ഭയങ്കര ലുക്കിന് ചേഞ്ച് വരിക. കാരണം നമ്മൾ ഇത്ര റേറ്റ് കൊടുത്തിട്ട് സംഭവം ചെയ്തിട്ടുള്ളതല്ലേ. ഈ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ആയിട്ട് എന്റെ ഹെയർ ഇപ്പൊ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറെ പേരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. കാരണം കുറെ പേര് ഞാൻ റീസെന്റ് ഇട്ടിട്ടുള്ള എന്റെ വീഡിയോസിന്റെ താഴെയും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. യെസ്, നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്റെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ ആഫ്റ്റർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ചോദിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ മിക്കവാറും എല്ലാ കമന്റ്സിനും കാണുന്നതിനൊക്കെ എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈ ഒരു വീഡിയോ മേ ബി കുറച്ചധികം ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് അറിയണം എന്നുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ എന്തിനായിരുന്നു എന്റെ ഹെയറിൽ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കേട്ടോ ഞാനത് ഐക്കാർട്ടിൽ കൊടുക്കാം. ആൻഡ് എന്റെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു വീഡിയോന്റെ താഴെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോക്ടറെ പോയിട്ട് കാണിക്കുകയാണ് നല്ലത്, നമ്മുടെ ഹെയർ എന്തെങ്കിലും ഡാമേജ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് ഹെയർ ഫാള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ, നിങ്ങളുടെ ഹെയർ ഒട്ടും തന്നെ എന്താ പറയാ ഹെൽത്തി അല്ല, തിൻ ഹെയർ ആണ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ നിങ്ങൾ ഒരിക്കലും ഒരു പാർലറിലോട്ടല്ല പോകേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഹെയർ സ്പെഷ്യലിസ്റ്റിനെ, ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കാണിക്കുകയാണ് വേണ്ടത്. അത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ ആ ഒരു ടൈമിൽ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിൽ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്കൊന്ന് ചുരുക്കി ഇതിൽ പറയാം. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫംഗ്ഷന് എന്റെ ഹെയർ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിക്ക് എനിക്ക് കിടക്കണം എന്നുള്ളതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ എവിടെന്നും എന്റെ ഹെയറിന് പറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഫൈനലി ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൂ. എന്റെ ഹെയർ ഇപ്പൊ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം 2 months കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം ജാനുവരി 23rd ജാനുവരി 23rd ഞാൻ എന്റെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്റെ ഹെയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റുള്ള ഒരു സലൂണിൽ തന്നെയായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ റീസെന്റ് ഇട്ടിട്ടുണ്ടാവും, അത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ആ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ ആ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഹെയർ സ്പാ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ചേച്ചി എന്റെ ഹെയർ കണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ എന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫംഗ്ഷന്റെ തലേ ദിവസമാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ട് എനിക്ക് ഒരു ട്രീറ്റ്മെന്റ് പറ്റിയില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിക്കായിരുന്നു ഞാൻ ആ ഒരു സലൂണിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് തന്നെയാണ് അവിടെ നിന്ന് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ബോട്ടോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഒന്നായിട്ട് ഫ്ലാറ്റ് ആയി കിടക്കില്ലേ. അപ്പൊ ഓൾറെഡി തിൻ ആയിട്ടുള്ള ഹെയർ ഉള്ള ഒരാള് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ, അത്യാവശ്യം നല്ല ഇങ്ങനെ ബൊക്ക പോലെ നിൽക്കുന്ന ഹെയറിലൊക്കെ ബോട്ടോക്സ് ചെയ്തിട്ട് അത്രയും ഒതുങ്ങി കിടക്കുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് ആവുമ്പോൾ എന്റെ ഈ ഒരു ഹെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഹീറ്റ് കുറച്ചിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെയർ അത്ര ഒട്ടിപ്പോകത്തില്ല, ഫ്ലാറ്റ് ആയി പോകത്തില്ല, വോളിയം ഉള്ള രീതിക്ക് കിട്ടും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് അതേസമയം അവരെന്നോട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നു ചോദിച്ചപ്പോ എന്നോട് ഏകദേശം ഒരു 5 to 6 months. പിന്നെ നമ്മൾ കെയർ ചെയ്യണതിനനുസരിച്ചും അങ്ങനെയൊക്കെ ആണ് ഉണ്ടാവുക. എന്നാലും ഒരു 4 months വരെയൊക്കെ കിട്ടുന്നുണ്ടാവും എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ബ്ലോ ഡ്രൈ പോലെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാൽ മതി. പെർമനന്റ് അല്ലാത്ത രീതിക്കുള്ള ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 5-6 ദിവസത്തേക്കോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് 2-3 ദിവസമൊക്കെ അത് ലാസ്റ്റ് ചെയ്യും. നമ്മൾ എന്തായാലും ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഏറിപ്പോയാൽ അതൊരു കുറച്ച് മാസങ്ങളെങ്കിലും ലാസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഇത്രയും റേറ്റ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ഞാൻ എന്റെ ഹെയർ നോക്കിയിട്ടുള്ള ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ വേറെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും, അതായത് പെർമനന്റ് ബ്ലോ ഡ്രൈ, വേറെ അങ്ങനത്തെ സംഭവങ്ങൾ കെരാട്ടിനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഹെയർ ഓൾറെഡി അൺഹെൽത്തി ഹെയർ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അതിൽ വീണ്ടും ഭയങ്കര കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ അത് മുടിക്ക് ഭയങ്കര പ്രോബ്ലം ആണ്. അപ്പൊ ബോട്ടോക്സ് ചെയ്യായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോട്ടോക്സ് ഒക്കെ ചെയ്തു.
ആദ്യത്തെ ഒരു 5-6 ദിവസം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു എന്റെ ഹെയർ ഉള്ളതെന്നുള്ള. പിന്നെ അതിനുശേഷം ഓരോ ദിവസം വാഷ് ചെയ്യുമ്പോഴും സാധാരണ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നതനുസരിച്ച് നോർമൽ ആയിട്ട് ഓരോ വാഷിന് ശേഷം നോർമലിലോട്ട് വരും. പക്ഷെ എന്റെ ഹെയറിന് പ്രശ്നം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി താഴെ കേൾസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴെ മാത്രമായിരുന്നു കേൾസ്, ബാക്കി ഫുള്ള് സ്ട്രെയിറ്റ് ലുക്കിൽ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് പതിയെ എന്താവാൻ തുടങ്ങി. ആ ഒരു കേൾസ് ഉണ്ടല്ലോ വളരെ വളരെ മുകളിലോട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഹെയറിന്റെ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം കുറച്ചൊക്കെ കേളി ആയിട്ടായിരിക്കുന്ന ഒരു പക്ക സ്ട്രെയിറ്റ് ലുക്ക് അല്ല. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ലുക്കിൽ കിടക്കത്തില്ല, അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലുക്ക് നമുക്ക് എന്തായാലും ഒരു 3 to 4 months വരെ ലാസ്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു സ്ട്രെയിറ്റനിങ് ലുക്കിലോട്ട് പോകണ്ട. നമുക്ക് ഒരു തരത്തിലുള്ള ഹീറ്റ് സ്ട്രെയിറ്റ്നറോ ബ്ലോ ഡ്രൈയോ ഒന്നും ചെയ്യാതെ തന്നെ ഏകദേശം ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലുക്കിൽ നമ്മുടെ ഹെയർ നിൽക്കും. പക്ഷെ എന്റേത് ഒരു 6 വാഷ് അല്ലെങ്കിൽ ഒരു 5 അല്ല, ഐ തിങ്ക് ഒരു 6 or 7 വാഷസ് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഹെയറിൽ മുകളിലേക്ക് നല്ല രീതിക്ക് ആ കേൾസ് വരാൻ തുടങ്ങി. പിന്നെ ഹെയറിന് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടാവുമല്ലോ, അതായത് ഭയങ്കര ഷൈനി ലുക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടച്ച് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹെൽത്തി ഒരു ഫീൽ ഉണ്ടാവും. ആ ഒരു ഫീൽ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്റെ ഹെയർ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഹെയർ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലുക്കിൽ കിടക്കുന്നുണ്ടോ, ചെറിയ ബെൻഡ് മാത്രമേ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളൂ, ഓൾറെഡി ബോട്ടോക്സ് ചെയ്ത് അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക, പിന്നെ ഓൾറെഡി ഞാൻ താഴെ കേൾസ് കൊടുത്തതുകൊണ്ട് ആ ഒരു കേൾസ് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഈ ഒരു ഹെയർ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കേൾസ് ഇങ്ങനെ മുകളിലോട്ട് കയറാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് ഹെയർ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചു എന്താ എന്റെ ഹെയർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു ഭയങ്കര ലുക്കിന്ന് ചേഞ്ച് വരിക, അതും 1 month പോലും ആയിട്ടില്ല. നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല കേളി ആയിട്ടുള്ള ഹെയറിൽ ചെയ്തിട്ടുള്ളവർക്ക് തന്നെ ഒരു 2-3 months ഒക്കെ കഴിയുമ്പോൾ മാത്രമാണ് വേറൊരു രൂപത്തിലോട്ട് വരുന്നത്. എന്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ അല്ല, ഒരു വേവി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആണ് എന്റെ ഹെയർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്റേത് ഭയങ്കര കേളി ഹെയർ പോലും അല്ല, അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് വേവി കൈൻഡ് ഓഫ് ഹെയർ ആണ്, എന്നിട്ട് പോലും എന്റെ ഹെയറിൽ ഈ ഒരു 7 വാഷസ് കഴിയുമ്പോഴേക്ക് ഹെയർ നല്ല രീതിക്ക് മുകളിലേക്ക് ഈ കേളി ആയിട്ട് വരുന്നത് എന്താന്നുള്ളത് ഞാൻ ചോദിച്ചു. കാരണം നമ്മൾ ഇത്ര റേറ്റ് കൊടുത്തിട്ട് സംഭവം ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെയർ ഫ്ലാറ്റ് ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്യാവശ്യം വോളിയത്തിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഹീറ്റ് കുറച്ച് ചെയ്യുമ്പം ഈ 7-8 വാഷ് കഴിയുമ്പോഴേക്ക് ഹെയർ മുകളിലോട്ട് വേവി ആയിട്ട് വരുന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളൊരു സലൂണിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഞാൻ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇത്രയും റേറ്റ് കൊടുത്ത് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് 5 to 6 months ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു 5 months ഒക്കെ വരെ കിട്ടുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, 5 months അല്ലെങ്കിൽ ഒരു 4 months എങ്കിലും നമ്മൾ കിട്ടണം എന്ന് ആഗ്രഹിക്കും നമ്മൾ ഇത്ര പൈസ കൊടുത്ത് ചെയ്യുന്ന സമയത്ത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഹീറ്റ് കുറച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് തന്നെ അതും 7 വാഷ് കഴിയുമ്പോഴേക്കാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്, അല്ലാതെ ഒരു 1 month കഴിഞ്ഞിട്ടോ 2 months കഴിഞ്ഞിട്ടോ അല്ല എത്തുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഒരു മാസ്ക് ഉണ്ട്, അത് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് എഗെയിൻ 800 ആ ഒരു റേഞ്ച് കൊടുക്കണം, ആ ഒരു ഹെയർ മാസ്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. എന്നോട് ഓൾറെഡി ആഫ്റ്റർ കെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഷാംപൂ കണ്ടീഷണർ ആണ്, അത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതായിരുന്നു, ഏകദേശം 3000 രൂപയുടെ അടുത്ത് വരുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. ഞാൻ ഓൺലൈനായിട്ട് നൈക്കിന്ന് വാങ്ങിയതുകൊണ്ട് ഒരു 2500 rupees ആ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടി. എങ്കിൽ പോലും അത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത്രയും റേറ്റ് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് എഗെയിൻ പിന്നെ വീണ്ടും ഒരു മാസ്ക് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഒന്ന് അത്യാവശ്യം കുറച്ചധികം കണ്ടീഷണർ ഇട്ടിട്ട് ഹെയർ ഒന്ന് കോംബ് ചെയ്തിട്ട് കുറച്ചധികം സമയം വെച്ച് നോക്കൂ, ഒരു 5 minutes 10 minutes ഒക്കെ ഹെയറിൽ വെച്ച് നോക്കൂ, എന്നിട്ട് എന്താ അവസ്ഥ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഹെയർ കുറച്ചും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിലൊക്കെ പോലെ തന്നെ നിന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ മാസ്ക് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെയും എഗെയിൻ വേഴ്സ് ആയി തുടങ്ങി, എഗെയിൻ നല്ല രീതിക്ക് തന്നെ കേൾസ് മുകളിലോട്ട് ഫോം ചെയ്ത് വരാൻ തുടങ്ങി. പറയുമ്പോൾ ഞാൻ ഹെയർ ലൂസ് ബണ്ട് പോലും കെട്ടിവെക്കുന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ ഓക്കെ എങ്കിൽ ഒരു ഹെയർ മാസ്ക് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചാണുള്ളത്. ഇപ്പൊ ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് ആ ചേച്ചിയോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ അധികം ഫ്ലാറ്റ് ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് എന്നോട് പറഞ്ഞു ഹീറ്റ് കുറച്ച് ചെയ്യാം, എങ്കിൽ അങ്ങനെ അധികം ഫ്ലാറ്റ് ആയി പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി എന്നോട് ചോദിച്ചു അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ പറയുമല്ലോ ഇങ്ങനെ ഹീറ്റ് കുറച്ച് ചെയ്യുമ്പോൾ അത് ഹെയർ കൂടുതൽ ഡാമേജ് ആക്കുകയാണ് ചെയ്യുക. കാരണം പ്രോപ്പർ ആയിട്ട് ആ ക്രീം, നമ്മൾ ബോട്ടോക്സിന്റെ ക്രീം അപ്ലൈ ചെയ്യുമല്ലോ, ആ ക്രീം നമ്മുടെ ഹെയറിന് ഉള്ളിലോട്ട് പിടിച്ചാൽ
വെച്ചാൽ മാത്രമേ നമ്മുടെ ഹെയർ ആ ഒരു ബെനിഫിറ്റ് കാണിക്കത്തുള്ളൂ. പിന്നെ അത്രയും ഹീറ്റ് കൊടുത്ത് സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴേ അത്യാവശ്യം കുറച്ചു കാലമെങ്കിലും ആ നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോവും. അത് മാത്രമല്ല ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവുമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് എന്നോട് തീരെ പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് കുറച്ചിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയാ ഫ്ലാറ്റ് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലുക്ക് കൂടി പോയിട്ട് പെട്ടെന്ന് തന്നെ കേളി സ്റ്റേജിലോട്ട് വരും. അതും വിത്തിൻ ഒരു 7 വാഷസ് ഒക്കെ കഴിയുമ്പോഴേക്ക് തന്നെ ആ ഒരു മാറ്റം വരും എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്, ആ രീതിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഹീറ്റ് കുറച്ച് ചെയ്യുമ്പോഴും അതുപോലെ ഒരുപാട് ടൈം സ്ട്രെയിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ഹെയർ ഫുൾ ആയിട്ട് നമ്മുടെ ഹെയറിന് ഉള്ളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രീമിന്റെ എഫക്ട് ഉള്ളിലോട്ട് കയറത്തില്ല. അപ്പൊ അത് ഹെയർ കൂടുതൽ ഡാമേജ് ആക്കുകയാണ് ചെയ്യാന്നാണ് അവിടെ നിന്ന് എന്നോട് ആ ചേച്ചി, എന്റെ ഹെയർ സ്പാ ചെയ്ത ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായി പോയി. കാരണം അവരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പാർലറിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവർ തന്നെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരേണ്ടതും എന്താണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബോട്ടോക്സ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഹീറ്റ് തന്നെ കൊടുത്തിട്ട് തന്നെ ചെയ്യണം. ഫസ്റ്റ് ദിവസം മാത്രമേ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ, പിന്നെ പിന്നെ നോർമൽ ഒരു രീതിയിലോട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് അവർ തന്നെ പറയണമായിരുന്നു. മേ ബി ഞാൻ അന്ന് അങ്ങനെ ആ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഹെയർ ഡാമേജ് ആവുകയാണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഞാൻ അന്ന് ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഹെയർ എങ്ങനെ വീണ്ടും ഡാമേജ് ആവാൻ ആഗ്രഹിക്കില്ലല്ലോ നമ്മൾ എന്തായാലും. പിന്നെ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന സംഭവം വെറും 7 വാഷ് 8 വാഷ് കഴിയുമ്പോഴേക്ക് അതിന്റെ ആ ഒരു ലുക്ക് മാറിയിട്ട് പാടെ മാറിയിട്ട് നോർമൽ ഹെയറിലോട്ട് വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഹെയർ മാസ്ക് വാങ്ങിച്ചു. അത് എനിക്ക് തോന്നുക 500 ആ ഒരു റേഞ്ച് എന്തോ ആണ് കേട്ടോ. ആ ഒരു റേഞ്ചിലുള്ള ഒരു ഹെയർ മാസ്ക് വാങ്ങിച്ച് യൂസ് ചെയ്തു. അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര വലിയ റിസൾട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സെക്കൻഡ് ടൈം ഞാൻ യൂസ് ചെയ്ത സമയത്ത് എന്റെ ഹെയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലുക്ക് കുറച്ചൊന്ന് എനിക്ക് വന്നിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇതിപ്പോ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഹെയർ ഒരു 2 days ആയിട്ടുണ്ടാവും വാഷ് ചെയ്തിട്ട്. ശരിക്കും വാഷ് ചെയ്യുന്ന കുറച്ച് ആ ഒരു 2 ദിവസമൊക്കെ തന്നെ അങ്ങനെ കിടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വാഷ് ഒക്കെ ചെയ്യുമ്പോൾ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ കേട്ടോ. അതായത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പുറത്തൊക്കെ പോവാ, പിന്നെ അതേപോലെ തന്നെ സ്വെറ്റ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയറിന്റെ അടിഭാഗമൊക്കെ ഫുള്ള് വേർത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹെയർ ആ ഒരു ലുക്കിന്ന് പോകാനായിട്ട് തുടങ്ങും. പിന്നെ ഞാൻ അടുത്ത ഹെയർ വാഷ് ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ആയിട്ട് എന്റെ ഹെയർ ഇപ്പൊ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എന്തെങ്കിലും കൊടുക്കാട്ടോ. അപ്പൊ അത് ഞാൻ 2 times യൂസ് ചെയ്തപ്പോഴേക്കാണ് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് എന്റെ ഹെയറിന്റെ ആ ഒരു ഭയങ്കര ഫ്രിസിനെസ് പോകാനായിട്ട് തുടങ്ങി. ഹെയർ ഒന്ന് മാനേജബിൾ ആയിട്ട് ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ എന്റെ ഇവിടെയൊക്കെ കണ്ടോ കുറച്ചൊന്നൊരു എന്താ പറയാ ഒരു ബെൻഡ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു വേവി കൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഞാനിങ്ങനെ എന്താ പറയാ കോംബ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത ഈ ഒരു രീതിക്ക് നിൽക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പാർലറിൽ പോയിട്ട് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് നിങ്ങളത് തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും പറയാതെ ചെയ്യാം. നോർമൽ രീതിക്ക് അവർ നിങ്ങളുടെ ഹെയറിന്റെ ഹെൽത്ത് നോക്കിയിട്ട് അവർ നിങ്ങൾക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തു തരും. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. കാരണം ബോട്ടോക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ വാഷ് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ഹെയർ ഒന്ന് വോളി ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലാറ്റ് ആയി പോകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് പിറ്റേന്ന് ഫംഗ്ഷനും കൂടി ഉള്ളതുകൊണ്ട് അത്രയും ഫ്ലാറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഞാൻ ഈ സലീം കുമാർ ലുക്കിൽ ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് തന്നെ എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ എന്ത് പറ്റി ഇത്രയും ഹെയർ. എല്ലാവരും വിചാരിച്ചത് എന്റെ ഹെയർ അത്രയും തന്നെ എന്താ പറയാ കൊഴിഞ്ഞു പോയതാണ്, അത്രയും വോളിയം കുറഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്, തിൻ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2-3 വീക്സ് മുന്നേ പോയിട്ട് ബോട്ടോക്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാട്ടോ ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങളോട് ഒരു ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ഹെയർ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്, തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ എന്റെ ഹെയറിൽ ചെയ്യാനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ചേഞ്ച് വേണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്ന് അടിപൊളിയായിട്ട് കിടക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഒന്നും പറയാതെ പോയി ചെയ്യാം. കാരണം മേ ബി അവർക്ക് എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് കിട്ടും, അവർക്ക് അതിന്റെ ഒരു പൈസ കിട്ടും. അപ്പൊ ആ രീതിക്ക് അവർ നമ്മളോട് ഓക്കെ എന്നാ ഞാൻ ഇങ്ങനെ ചെയ്തു തരാന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയാതിരിക്കുക. അപ്പൊ എന്റെ രീതിക്ക് എന്നോട് പറയുകയാണ് ഇങ്ങനെ ഹീറ്റ് കുറച്ച് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവും ഹെയർ, അല്ലെങ്കിൽ ഹെയറിന്റെ ഈ ഒരു ലുക്ക് ഒരു 8 വാഷ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നോർമൽ കേൾസ് വരാൻ തുടങ്ങും, വേവി ആയിട്ട് മാറാൻ തുടങ്ങും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചെയ്യില്ലായിരുന്നു. അത് വേറെ കാര്യം. മേ ബി ഞാൻ വേറൊരു ദിവസം പോയിട്ട് ഞാൻ നോർമൽ രീതിക്ക് ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെ ഒരാളുടെ ഹെയറിൽ ചെയ്യോ ആ രീതിക്ക് തന്നെ ചെയ്യായിരുന്നു. അങ്ങനെയാകുമ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ
കഴിയുമ്പോഴേക്ക് എന്താണ് വാഷ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ഹെയർ നല്ലൊരു ലുക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വോളിയമായിട്ട് കിടക്കും ചെയ്യും, അടിപൊളിയായിട്ട് മാറും ചെയ്യുന്നു. എന്റെ ആ ഒരു വീഡിയോന്റെ താഴെ തന്നെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ ഭയങ്കര ഫ്ലാറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങിയതിനനുസരിച്ച് ഹെയർ നല്ല വോളിയായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഇപ്പൊ ഞാൻ എന്റെ ഹെയർ ഈ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് തന്നെയാണ്. ശരിക്കും ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, നമ്മളിങ്ങനെ സ്ട്രെയിറ്റനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഹെയർ നല്ല മാനേജബിൾ ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ വേറൊന്ന്, ഞാനിങ്ങനെ എന്റെ ഭയങ്കര ഡിഫറൻസ് വരാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഞാനൊരു ദിവസം ഹെയർ വാഷ് ചെയ്തു, ഷാമ്പു കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് നോക്കിട്ടോ, കുറഞ്ഞ ഹീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അന്ന് നല്ല അടിപൊളിയായിട്ട് എന്റെ ഹെയർ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ എന്റെ പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് എന്താ പറയുക ഫ്ലാറ്റ് ആയി കിടക്കണ്ട, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വോളിയം ആയിട്ടുള്ള രീതിക്ക് ചെയ്തുതരാൻ പറ്റുമോ എന്ന് ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോ ഹെയർ വാഷ് കഴിയുന്നതോറും നമ്മുടെ ഹെയറിന് ഒരു നോർമൽ വോളിയം വെച്ച് ഇങ്ങനെ വരും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ മാത്രം ചെയ്യുക. ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം മുന്നേ, ഒരു 2 to 3 വീക്സ് മുന്നേ ഒക്കെ പോയിട്ട് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ 1 month മുന്നേ ചെയ്യാനായിട്ട് നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വീക്ക്ലി എല്ലാ പ്രാവശ്യവും ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീക്ക്ലി നിങ്ങൾക്ക് ഒരു ട്വൈസ് ഒക്കെ 2 പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്യാം. പക്ഷെ 2 പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ആഴ്ചയിൽ പിന്നെ നിങ്ങൾ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഷാമ്പു ആൻഡ് കണ്ടീഷണർ നമ്മൾ ഷാമ്പു കുറെ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഹെയർ ആ ഒരു എഫക്ട്, ബോട്ടോക്സിന്റെ എഫക്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ നിങ്ങൾ 1 വട്ടോ 2 വട്ടമാണ് ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 1 വട്ടം മാത്രമേ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാം. ആൻഡ് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ഹെയറിന്റെ ആ ഒരു ബോട്ടോക്സിന്റെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പൊ എന്റെ ഹെയറിൽ ഞാൻ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് അത്രയും വേണ്ടി വരത്തില്ല, അങ്ങനെ അധികം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഈ ഒരു രീതിക്ക് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സും കുറച്ച് പേരൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഇതുപോലെ തന്നെ ഒരാൾക്ക് ഹെയർ ഫാൾ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഹെയർ ഫാളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു. അതല്ല നിനക്കൊരു ഡിഫറൻസ് വേണം നിന്റെ ഹെയറിന്, ഹെയർ കുറച്ചൊരു എന്താ പറയാ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ, നമ്മുടെ ഹെയറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ആ പൈസ ചെലവാക്കാൻ പറ്റും എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാട്ടോ. ഒരിക്കലെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്കൊരു ചേഞ്ച് വേണം, നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ചെയ്തോളൂ എന്ന് പറയും. പക്ഷെ അതല്ല, നമുക്ക് ഒട്ടും തന്നെ അത്ര പൈസ ചെലവാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഹെയർ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണിക്കുകയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ എപ്പോഴും പറയും. അപ്പൊ എന്നോട് ഇതിന്റെ അപ്ഡേറ്റ്സ് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കൊക്കെ ഞാൻ ആ ഒരു റിപ്ലൈ ആണ് കൊടുത്തത്. എന്റെ ഹെയറിന് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കാരണം ഹെയർ വോളിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോയി പറയേണ്ട കാര്യമില്ല, നേരെ പോയി ബോട്ടോക്സ് ചെയ്യാവും ചെയ്യാം. അപ്പൊ തിൻ ഹെയർ ഉള്ളവരാണ് ഓക്കെ എനിക്ക് കുറച്ച് വോളിയം ആയിട്ടുള്ള രീതിക്ക് ചെയ്തു തരൂ എന്ന് പറയാനൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മേ ബി അവർ നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്തു തരും, പിന്നെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ പ്രശ്നം ഉണ്ടാവുക. സോ നിങ്ങൾ നോർമൽ രീതിക്ക് പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലി ഹെയർ വാഷ് കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയർ ആ ഒരു ഫ്ലാറ്റ് ലുക്ക് മാറി വരും കേട്ടോ. അപ്പൊ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ എന്റെ ഹെയർ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് വേണം. ഞാൻ എങ്ങനെയാണ് ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് നോക്കാട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.